ഹിമാചൽ പ്രദേശിലെ മാണ്ടിയിൽ സൂപ്പർ താരമായി കങ്കണ റണൌത്ത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമായി ലഭിച്ച അവസരം ജനങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ആഘോഷമാക്കുകയാണ് കങ്കണ. കള്ളന്മാർ ഒത്തുചേർന്ന ഇന്ത്യ മുന്നണിയെ ജനങ്ങൾ തകർക്കുമെന്നും മാണ്ടിയിൽ വിജയം ഉറപ്പാണെന്നും കങ്കണ പറഞ്ഞു. ഹിമാചൽ പ്രദേശിൽ കയ്യിലുള്ള ഒരേയൊരു മണ്ഡലം നിലനിർത്താൻ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ മാണ്ടി തിരിച്ചുപിടിച്ച് കരുത്തുകാട്ടാൻ BJP കളത്തിലിറക്കിയ ബോളിവുഡ് സൂപ്പർ താരം കങ്കണ റണൌത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആഘോഷമാക്കുകയാണ്. മണ്ഡലത്തിന്റെയും ഭാരതത്തിന്റെയും വരാനിരിക്കുന്ന വികസന കുതിപ്പും ജനക്ഷേമ പദ്ധതികളും സംസാരിച്ചുകൊണ്ട് സ്ത്രീകളെയും യുവ വോട്ടർമാരെയും ഒരുപോലെ കയ്യിലെടുക്കാൻ കങ്കണയ്ക്ക് സാധിച്ചു. ദേശീയ നിലപാടുകൾ എന്നും ഉറക്കെ പറഞ്ഞുകൊണ്ട് തലക്കെട്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന കങ്കണ കോൺഗ്രസിനെയും പ്രതിപക്ഷ മുന്നണിയെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പ്രചാരണം നയിക്കുന്നത്. കള്ളന്മാരും അഴിമതിക്കാരും ഒത്തുചേർന്നതാണ് ഇന്ത്യ മുന്നണിയെന്നും വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിച്ചവർക്കുള്ള മറുപടി ജനങ്ങൾ വോട്ടിലൂടെ നൽകുമെന്നും കങ്കണ റണൌത്ത് പറഞ്ഞു. इनके हाथों से जो है जनता ने सत्ता छीन ली है और जनता ने इनके असली रूप भी देखे हैं. किस तरह से जो है इन्होंने जनता का पैसा लूटा है. सारे चोर जो है मिलकर इंडी गठबंधन में एक साथ हो गए हैं और इनके पास पैसा नहीं है. आपको जानकर दुख होगा कि जो भी पैसा जो है सुखू लोन में ले रहा है, ये ले रहा है, वो सारा चुनाव लड़ने के लिए कांग्रेस के पास जा रहा है. कांग्रेस की सरकार जो है हिमाचल का पैसा खींचकर अपने चुनाव लड़ रही है. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആദ്യമാണെങ്കിലും കളമറിഞ്ഞുകൊണ്ട് കങ്കണ റണൌത്ത് നിറഞ്ഞാടുമ്പോൾ വിക്രമാദിത്യ സിംഗും കോൺഗ്രസും മണ്ഡലം കൈവിട്ടുപോകുമെന്ന ഭയത്തിലാണ്. ഉപതെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് നേടിയെടുത്ത മണ്ഡലം മാണ്ടിയുടെ മകളെന്ന പ്രതിച്ഛായയുള്ള കങ്കണ റണൌത്തിലൂടെ തിരിച്ചുപിടിക്കുകയാണ് BJPയുടെ ലക്ഷ്യം. ചോട്ടി കാശി എന്ന് വിശേഷിപ്പിക്കുന്ന മാണ്ടിയിൽ നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം. ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ബോളിവുഡിലെ സൂപ്പർ താരമായ കങ്കണ മാണ്ടിയിലും ഇപ്പോൾ സൂപ്പർ താരമായി കഴിഞ്ഞു. ജനങ്ങളെ എത്രത്തോളം കയ്യിലെടുത്തു കഴിഞ്ഞു. കങ്കണയിലൂടെ ഈ ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള BJPയുടെ ലക്ഷ്യം അത് എത്രത്തോളം മുന്നേറുകയാണ്, എത്രത്തോളം ആത്മവിശ്വാസം തന്നെയാണ് കങ്കണ പ്രകടമാക്കുന്നത്? KP സൂചിപ്പിച്ചതുപോലെ ഹിമാചൽ പ്രദേശിൽ 4 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് മാണ്ടിയിൽ തന്നെയാണ്. കാരണം 2014-ലും 2019-ലും BJP നേടിയ മണ്ഡലം 2019-ന് ശേഷം BJP MPയുടെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് കോൺഗ്രസ് നേടിയെടുത്തത്. അവിടെ മുൻ മുഖ്യമന്ത്രി വീരഭദ്ര സിംഗിന്റെ ഭാര്യ പ്രതിഭ സിംഗ് ആയിരുന്നു കോൺഗ്രസിന്റെ MP ആയി വിജയിച്ചത്. അത്തരത്തിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള നിലവിലെ മാണ്ടി മണ്ഡലം തിരിച്ചുപിടിക്കുന്നതിന് ശക്തമായ പ്രചാരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിനായി മത്സരത്തിന് രംഗത്തേക്ക് ഇറക്കിയത് KP സൂചിപ്പിച്ചതുപോലെ തന്നെ ബോളിവുഡ് സൂപ്പർ താരം കങ്കണ റണൌത്തിനെയാണ്. ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് കങ്കണ മണ്ഡലത്തിൽ നേതൃത്വം നൽകുന്നത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ആദ്യമാണ് എങ്കിൽ പോലും കൃത്യമായി വോട്ടർമാരെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കയ്യിലെടുക്കുന്നതിനും സാധ്യമാകുന്ന വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ഒപ്പം മോദി സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പദ്ധതികളും ദേശീയ നിലപാടുകളും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് കങ്കണ റണൌത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത്. 2 ദിവസം മുമ്പ് കങ്കണയുടെ പ്രചാരണ പരിപാടികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. അത് മണ്ഡലത്തിൽ BJPക്ക് കൂടുതൽ മൈലേജ് നൽകും എന്നാണ് കണക്കാക്കുന്നത്. ഒപ്പം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 2 തവണത്തേതിനും സമാനമായി മാണ്ടി ഉൾപ്പെടെ ഹിമാചൽ പ്രദേശിലെ മുഴുവൻ മണ്ഡലങ്ങളും പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ കണക്കുകൂട്ടൽ. ഒപ്പം കോൺഗ്രസ് ആകട്ടെ മാണ്ടി നിലനിർത്തുന്നതിന് വിക്രമാദിത്യ സിംഗിനെയാണ് കളത്തിലേക്ക് ഇറക്കിയിട്ടുള്ളത്. നിലവിലെ ഹിമാചൽ പ്രദേശ്
ക്യാബിനറ്റ് മന്ത്രിയാണ്, ഒപ്പം കോൺഗ്രസിന്റെ സംസ്ഥാനത്തെ യുവമുഖമാണ്. അതുകൊണ്ട് തന്നെ വിക്രമാദിത്യ സിംഗിലൂടെ മാണ്ടി നിലനിർത്തുക, മറ്റു മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക എന്ന ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പാർട്ടികളും ശക്തമായ പ്രചാരണം നടക്കുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പ്രാദേശിക കക്ഷികൾക്ക് വലിയ സ്വാധീനമില്ലാത്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അതുകൊണ്ട് കോൺഗ്രസും BJPയും തമ്മിലുള്ളൊരു നേർക്കുനേർ പോരാട്ടം, പ്രചാരണത്തിന്റെ ചൂട് നമുക്ക് ഹിമാചൽ പ്രദേശ് കാണാൻ സാധിക്കും. ഇനി കേവലം 3 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണം അവസാനിക്കാനുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ 7ാം ഘട്ടത്തിൽ ജൂൺ 1-നാണ് ഹിമാചലിലെ ഷിംല, മാണ്ടി, കങ്കട, ഹമീർപൂർ 4 മണ്ഡലങ്ങളിലും ജനവിധി രേഖപ്പെടുത്തുന്നത്. ഈ മണ്ഡലങ്ങളിൽ പരസ്യ പ്രചാരണത്തിന്റെ സമയം ഇനി 3 ദിവസം മാത്രമാണുള്ളത്. 30-ന് പരസ്യ പ്രചാരണത്തിന്റെ സമയം അവസാനിക്കും. അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിൽ ജനങ്ങളെ നേരിട്ട് കാണുന്നതിന് ഡോർ ടു ഡോർ ക്യാമ്പയിനും ചെറിയ ജനസഭകളും സംഘടിപ്പിച്ചുകൊണ്ട് നേരിട്ട് ജനങ്ങളെ കാണുന്നതിനുള്ള പ്രചാരണ പരിപാടികളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികൾ മുഴുകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കങ്കണ റണൌത്തിന്റെ പ്രചാരണ പരിപാടികളിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. അവിടെയും അത്രയധികം വനിതകൾ, യുവാക്കൾ, അവരുടെ സാന്നിധ്യം, യുവജനതയുടെ സാന്നിധ്യവും നമുക്ക് കങ്കണ റണൌത്തിന്റെ പ്രചാരണ പരിപാടികളിൽ വലിയ രീതിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾ, ഒപ്പം ഉയർന്ന ഭൂപ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനതയുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് അവരുടെ കുടിവെള്ള പ്രശ്നം, വീടുകൾ, ഒപ്പം പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന മുൻകരുതൽ നടപടികൾ, ഇവ സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് BJPയും കങ്കണ റണൌത്തും മാണ്ടിയിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നത്. ഏതായാലും ഇനി 3 ദിവസം മാത്രമാണ് പ്രചാരണ പ്രവർത്തനത്തിന് ബാക്കിയുള്ളത്. ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും പ്രചാരണം ശക്തമാണ്. കാരണം കോൺഗ്രസും BJPയും നേർക്കുനേർ മത്സരിക്കുന്നു. മറ്റ് പ്രാദേശിക കക്ഷികളോ സഖ്യകക്ഷികളുടെ ബലമില്ലാതെ പ്രാദേശിക കക്ഷികളില്ല, സഖ്യകക്ഷികളില്ല, നേർക്കുനേർ പോരാട്ടം എന്നത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്പം കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഈ വിക്രമാദിത്യ സിംഗിന്റെ അഭിമുഖം നമ്മൾ സംപ്രേഷണം ചെയ്തത്. അതിൽ ജിഷ്ണു പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഒരു വികസന അജണ്ട ഉണ്ട്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ച ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിജയം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം ജനം TV-യോട് വ്യക്തമാക്കിയത്. പക്ഷേ കങ്കണ വ്യക്തമാക്കിയതുപോലെ തന്നെ ഇന്ത്യ മുന്നണി കള്ളന്മാരുടെ ഒരു സഖ്യമായി മാറി, കോൺഗ്രസ് അത്രത്തോളം മതപ്പൊതിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വിമർശനം കങ്കണ വ്യക്തമാക്കുമ്പോൾ അത് ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾ അതൊക്കെയും പ്രത്യേകിച്ച് യുവജനങ്ങൾ, വനിതകളൊക്കെയും ഏറ്റെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് കങ്കണയുടെ ഈ പ്രചാരണ വേളകളിൽ ഈ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം സൂചിപ്പിക്കുന്നത്, അല്ലേ? കാരണം ജനങ്ങൾ ഒഴുകിയെത്തുകയാണ് കങ്കണയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലേക്ക്. അതുകൊണ്ട് തന്നെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം, അത്രത്തോളം ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് BJP ക്യാമ്പുകളും ഒപ്പം സ്ഥാനാർത്ഥി കങ്കണയും, അല്ലേ? തീർച്ചയായും മാണ്ടി തിരിച്ചുപിടിച്ചുകൊണ്ട് ഹിമാചലിലെ 4 മണ്ഡലങ്ങളിലും കഴിഞ്ഞ 2 തവണത്തേതിന് സമാനമായി വിജയം നേടാൻ സാധിക്കും എന്ന തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ് BJP ക്യാമ്പിനുള്ളത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ 2 തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന നേതാവിനൊപ്പം നിൽക്കാനാണ് ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും ആഗ്രഹിച്ചിട്ടുള്ളത്. ഈ മാണ്ടി മണ്ഡലത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ BJP MP-യുടെ മരണത്തെ തുടർന്ന് നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് അത്തരത്തിലൊരു വിജയം കണ്ടെത്താൻ കോൺഗ്രസിന് സാധിച്ചത്. അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് വോട്ട് എന്ന പ്രചാരണം ഹിമാചൽ ഏറ്റെടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അത്രയധികം അടുപ്പമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. 1995 ശേഷം നരേന്ദ്രമോദി ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ ഹിമാചൽ പ്രദേശിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി എന്ന നിയോഗത്തിലായിരുന്നു ദേശീയ തലത്തിൽ പ്രവർത്തിച്ചത്. ഹിമാചൽ പ്രദേശിൽ തുടർച്ചയായി യാത്രകൾ നടത്തുകയും സംഘടനാ സംവിധാനങ്ങൾ ചലിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹിമാചൽ പ്രദേശ് സുപരിചിതമാണ്. ഹിമാചലിലെ മുതിർന്ന പൗരന്മാർക്കും അദ്ദേഹത്തെ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി എന്ന നേതാവിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞ 2 തവണയും ഹിമാചൽ പ്രദേശിലെ 4 മണ്ഡലങ്ങളിലും ആഗ്രഹിച്ചിരുന്നു. അത് 2024 സംഭവിക്കും എന്നുള്ളത് തന്നെയാണ് BJPയുടെ ആത്മവിശ്വാസം. ഒപ്പം KP സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിനെയും ഇന്ത്യ മുന്നണിയെയും കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് കങ്കണയുടെയും BJPയുടെയും പ്രചാരണ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ BJP NDA ക്യാമ്പ് സ്വീകരിച്ചിട്ടുള്ള നയം തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഭരണത്തിലിരിക്കുമ്പോൾ അഴിമതിയുടെ പരമ്പരകൾ നടത്തിയിട്ടുള്ള പാർട്ടികൾ, വിവിധ സമയങ്ങളിൽ അധികാരത്തിലിരുന്നപ്പോൾ അഴിമതി നടത്തിയിരുന്ന പാർട്ടികൾ ഇപ്പോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് BJP എതിർക്കുകയാണ് എന്നുള്ളത് BJP ദേശീയ തലത്തിൽ തന്നെ മുൻപോട്ട് വയ്ക്കുന്ന ഒരു പ്രചാരണ വിഷയമാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നത്. കുറച്ചുകൂടി രൂക്ഷമായാണ് കങ്കണ റണൌത്ത് ഉൾപ്പെടെയുള്ളവർ പ്രചാരണ വേളയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് തന്നെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. കഴിഞ്ഞ ദിവസം കങ്കണ
റാണത്ത് സൂചിപ്പിച്ചത് കള്ളന്മാരെല്ലാം ഒത്തുചേർന്നതാണ് ഇന്ത്യ മുന്നണി. അതുകൊണ്ട് മുൻകാലങ്ങളിൽ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് ജനങ്ങളെ വഞ്ചിച്ചവരെ അവർ തകർത്തെറിയും, പകരം മോദിയുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ആളുകളെ ജനങ്ങൾ വിജയിപ്പിക്കും തുടങ്ങിയിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണവുമാണ് കങ്കണ റാണൌത്ത് നടത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ശക്തമായി തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാരിന് ഏറെ നിർണായകമായിട്ടുള്ള നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഹിമാചൽ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ച ഒഴിവിൽ 6 കോൺഗ്രസ് അംഗങ്ങൾ രാജിവെക്കുകയും കോൺഗ്രസ് സർക്കാരിൻ്റെ നില ഒരു പരുങ്ങലാകുന്ന സാഹചര്യം ഈ ദിവസങ്ങൾക്ക് മുൻപ് ഹിമാചൽ പ്രദേശിലുണ്ടായിരുന്നു. പിന്നീട് വിക്രമാദിത്യ സിംഗിനെ ഉൾപ്പെടെ ശക്തമായി നിർത്തിക്കൊണ്ടാണ് നിലവിൽ 68 അംഗ നിയമസഭയിൽ 34 അംഗങ്ങളുടെ പിന്തുണയുള്ള കോൺഗ്രസ് സർക്കാർ മുൻപോട്ട് പോകുന്നത്. നിലവിൽ നടക്കാനിരിക്കുന്നത് 6 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ്. ഈ 6 മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് വിജയം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഹിമാചൽ പ്രദേശിൽ ഒരു സംസ്ഥാന തലത്തിൽ സർക്കാർ മാറ്റമുണ്ടാകും. കാരണം നിലവിൽ 68 അംഗ നിയമസഭയിൽ 25 അംഗങ്ങൾ ബി ജെ പിക്കുണ്ട്, മറ്റ് 3 സ്വതന്ത്രരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പുകൾ പൂർണ്ണമായും വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസ് സർക്കാർ താഴെ വീഴും. അത്തരത്തിൽ സർക്കാർ താഴെ വീഴുകയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും ഭരണമില്ലാത്തൊരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്ന സ്ഥിതിവിശേഷവും ഉണ്ടാകും. അത്തരത്തിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമായിട്ടാണ് ഹിമാചൽ പ്രദേശിൽ മുൻപോട്ട് പോകുന്നത്. ഹിമാചൽ പ്രദേശിൽ നിന്നും ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.